നമസ്കാരം. ഭക്ഷ്യോൽപ്പന്നങ്ങളിലെ ഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തതിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില ഡോക്യുമെന്റുകൾ നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിലെ ചില ഭാഗങ്ങൾ ഒന്നുകൂടി വ്യക്തത വരുത്താനുണ്ട് എന്നുള്ളതിനാൽ അത് തീർത്തിട്ടാവാം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നത്. അതായത് സപ്ലൈകോയുടെ ഒരു കത്തിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. നമ്മുടെ കേരളത്തിലെ മില്ലുടമകൾക്ക് സപ്ലൈകോ നൽകിയിട്ടുള്ള ഒരു കർശന നിർദ്ദേശത്തിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ അതിൻ്റെ ചില സൂചനകൾ നൽകിയിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് പൊതുമാർക്കറ്റിൽ കിട്ടുന്ന സാധാരണ ബ്രാൻഡഡ് അരികളും ഇതുപോലെ ഫോർട്ടിഫൈ ചെയ്താണോ വരുന്നത് എന്ന ഒരു സംശയമുണ്ടായി. ആയതിൻ്റെ ഭാഗമായി ചില മില്ലുടമകളുമായി സംസാരിച്ചു. അവിടെ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അത് പ്രകാരമാണ് സപ്ലൈകോയുടെ കത്ത് ലഭിച്ചതും ഒക്കെ. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു ഒന്നുകൂടി വ്യക്തത വരുത്താനുണ്ട്. നിലവിൽ ഈ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ കത്തുകൾ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്ന ചില ഡോക്യുമെന്റുകൾ ഇതെല്ലാം കൂടെ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള നിർദ്ദേശം എന്നത് പൊതുമാർക്കറ്റിൽ പൊതുവിപണിയിൽ നൽകേണ്ട അരി, പാവപ്പെട്ടവർക്ക് നൽകേണ്ട അരി ഫോർട്ടിഫിക്കേഷൻ നടത്തണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആ അരി ഫോർട്ടിഫൈ ചെയ്യണം എന്ന് വെച്ചാൽ സപ്ലൈകോയുമായി കരാർ വ്യവസ്ഥയിൽ ഏർപ്പെട്ടിട്ടുള്ള മില്ലുടമകൾ അവർ പൊതുവിപണിയിലേക്ക് നൽകുന്ന അരിയിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ സംശയകരമാണ്, അതായത് ദ്വയാർത്ഥ പ്രയോഗമാണ്. സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മില്ലുടമകൾ എന്ന് പറയുമ്പോൾ അത് റേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ്. കാരണം സപ്ലൈകോയ്ക്ക് നേരിട്ട് നമ്മുടെ സാധാരണ മാർക്കറ്റിൽ അരി നൽകുവാൻ സാധ്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അരി നൽകുന്ന പതിവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സപ്ലൈകോ വഴി ചെയ്യുന്ന ഈ അരിയിലെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് റേഷൻ അരിക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ബ്രാൻഡഡ് ഐറ്റം മാർക്കറ്റിൽ കിട്ടുന്നത് പോലും ഫോർട്ടിഫൈ ചെയ്യുന്നുണ്ടോ, ചെയ്യാനുള്ള നിർദ്ദേശമാണോ ഇത് എന്നുള്ളൊരു സംശയം കഴിഞ്ഞ വീഡിയോയുടെ ഒരു ആകെത്തുകയായിട്ട് നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ ഞങ്ങളും ഏതാണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. കൂടുതൽ ഇത് വായിച്ച് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നത്. ഇതിൽ വായിച്ചത് പ്രകാരം മനസ്സിലാവുന്നത്, രാജ്യത്തെ പുവർ എന്ന് പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് എന്ന അർത്ഥത്തിലാണ് ഈ കത്തുകളിൽ പരാമർശിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന അരി ഈ ഫോർട്ടിഫൈ ചെയ്ത് മാത്രമേ കൊടുക്കാവൂ, ആയത് എൻഷുർ ചെയ്യണം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. എന്നാൽ സപ്ലൈകോ വഴി ഈ നിർദ്ദേശം മില്ലുടമകൾക്ക് ലഭിക്കുമ്പോൾ അവിടെ ചെറിയ ഒരു ഒളിച്ചുകളിയുണ്ട്. അതിൽ നല്ലവണ്ണം വ്യക്തത വരാനുമുണ്ട്. അതായത് സപ്ലൈകോയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള പല മില്ലുകൾക്കും അവരുടേതായ പൊതുമാർക്കറ്റിൽ നൽകുന്ന സ്വന്തം ബ്രാൻഡഡ് അരികൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു സംശയമാണ്. സപ്ലൈകോയ്ക്ക് നൽകുന്ന അരികൾക്ക് മാത്രമായി ഒരു മെഷീൻ, എക്സ്ട്രൂഡർ മെഷീൻ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനം വർക്ക് ചെയ്തിട്ട് ഇവരുടെ ബ്രാൻഡഡ് അരികൾക്ക് മാത്രമായി മറ്റൊരു മെഷീൻ, അങ്ങനെ 2-3 മെഷീനുകൾ സാധാരണ നിലയിൽ ഒരു മില്ലിന് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സാമാന്യ രീതിയിലുള്ള ഒരു സംശയമാണ്. സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ചിലപ്പോൾ കഴിയുമായിരിക്കും. സപ്ലൈകോയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള എത്ര മില്ലുകൾ കേരളത്തിലുണ്ട്, അവ ഏതെല്ലാം ആണ്, അവയുടെ സ്വന്തം ബ്രാൻഡുകൾ വേറെയുണ്ടോ തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അപ്പം ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് മുമ്പ് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ചില ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആശങ്ക ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. നിലവിൽ സപ്ലൈകോ വഴി മില്ലുടമകൾക്ക് ലഭിച്ചിട്ടുള്ള കത്ത് പ്രകാരം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മറ്റൊരു കത്ത്, അത് നമ്മളിന്ന് പരിശോധിക്കുന്നുണ്ട്. അതുമൊക്കെ പ്രകാരം അതൊക്കെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് സമൂഹത്തിലെ ബ്രാൻഡഡ് ആയിട്ടുള്ള പൊതുവിപണിയിൽ ഇന്ന് നിലവിൽ ലഭ്യമായിട്ടുള്ള ബ്രാൻഡഡ് അരികൾ ഫോർട്ടിഫൈ നിർബന്ധമായും ചെയ്തിരിക്കണം എന്നുള്ള തരത്തിൽ ഒരു കത്ത് നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്നില്ല. എങ്കിലും നമുക്കതൊന്ന് പരിശോധിക്കാം. ഒന്നുകൂടി അത് കാണുന്നുണ്ട്, നമ്മളത് വായിക്കുന്നുണ്ട്.
എവിടെയൊക്കെയോ ചില എന്താ പറയുക ചില നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. അല്ലെങ്കിൽ ഇതിലെന്താണ് കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഇതുമായി ജുഡീഷ്യറിയെ സമീപിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഉത്തരവുകളിലെല്ലാം തന്നെ ചില ഗ്യാപ്പുകൾ, ചില ലൂപ്പ് ഹോളുകൾ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ബോധപൂർവമോ അല്ലാതെയോ ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് അവർക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയാൻ കഴിയും. കഴിഞ്ഞ കോവിഡ് വാക്സിനേഷനിൽ ചെയ്തതുപോലെ തന്നെ. കാരണം കേന്ദ്ര സർക്കാർ പറയുന്നത് പൂവർ പീപ്പിൾ എന്ന് അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ഇതേ പാവപ്പെട്ടവരിൽ എത്ര പേർക്കാണ് പോഷകക്കുറവുള്ളതെന്നും അവരാരൊക്കെയാണെന്നും കണ്ടെത്താതെ തന്നെ ഇത് വ്യാപകമായി പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും തന്നെ കൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഇതുകൂടാതെ കഴിഞ്ഞ 1.5-2 വർഷത്തോളമായി കേരളത്തിലെ അംഗൻവാടികളിലും സ്കൂളുകളിലും രക്ഷിതാക്കളെ ഒന്ന് അറിയിക്കുക പോലും ചെയ്യാതെ 5 ലക്ഷത്തോളം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്നത് ഈ ഫോർട്ടിഫൈഡ് ഭക്ഷ്യോൽപ്പന്നങ്ങളാണ്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഭക്ഷണം ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ആദ്യം കുഞ്ഞുങ്ങൾക്ക് നൽകുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പരീക്ഷണ വസ്തുക്കളാണോ? ശേഷം അവരുടെ ആരോഗ്യാവസ്ഥ അപകടത്തിലായാൽ ആര് ഉത്തരവാദിത്തം ഏറ്റെടുക്കും? കൂടാതെ പൊതുമാർക്കറ്റിലെ കാര്യമെടുത്താൽ മിൽമ പാക്കറ്റ് പാലൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ മിൽമ പാക്കറ്റുകൾ ലഭ്യമാവുന്നത് ഈ ഫോർട്ടിഫൈഡിന്റെ ചിഹ്നത്തോടു കൂടിയിട്ടാണ്. ഇതുപോലെ തന്നെയാണ് ആട്ട തുടങ്ങി മറ്റു പലവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്രാൻഡ് ചെയ്യാതെ ലൂസായി ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇതുപോലെ ഫോർട്ടിഫൈഡ് ആണ് എന്നാണ് പറയുന്നത്. അതായത് ചായപ്പൊടിയോ പഞ്ചസാരയോ ഒക്കെ. പഞ്ചസാരയിലൊന്നും നമ്മൾ ബ്രാൻഡഡ് ആയിട്ടല്ല നമ്മൾ കാണുന്നത്, ഉപയോഗിക്കുന്നത്. അപൂർവം ചില ഷോപ്പിംഗ് മോളുകളിലല്ലാതെ നമ്മുടെ സാധാരണ കടകളിലെല്ലാം അത് ലൂസായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ഫോർട്ടിഫൈഡ് ആണോ അല്ലയോ എന്നറിയാൻ എന്താണ് മാർഗം? കഴിയില്ല. അപ്പോൾ ലൂസായിട്ട് കിട്ടുന്ന പല സാധനങ്ങളും ഈ പറയുന്ന ഫോർട്ടിഫൈഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ ഇരിക്കെ ഇത്തരം ഒരു അവ്യക്തമായ ഉത്തരവ് കൊണ്ട് ആ ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന വളരെ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഉത്സാഹവും ഒക്കെ കാണുമ്പോൾ ഇതിൽ ഏതാണ് ഫോർട്ടിഫൈഡ് ഏതാണ് അല്ലാത്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സംശയകരമായ ഒരു സാഹചര്യമാണ്. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള വീഡിയോയിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സിവിൽ സപ്ലൈസ് കമ്മീഷണറേറ്റിൽ നിന്നുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നെ സഹായിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ സഹായിച്ചിട്ടുള്ള ദി നാഷണൽ റിഫോം മൂവ്മെന്റ് എന്ന ട്രസ്റ്റിന്റെ കേരള കോർഡിനേറ്റർ ആയിട്ടുള്ള ജാഫർ സാദിഖ് സാർ തന്നെയാണ്. നമ്മൾ ഈ വീഡിയോകൾ ഒരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരേ സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലെ വ്യത്യസ്തങ്ങളായ ചില രേഖകളാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3-4 എത്രയാണോ നമ്മൾ ഇതിൽ പാർട്ടായിട്ട് ചെയ്യുന്നത് അത്രയും പാർട്ടുകളെ ഒരൊറ്റ വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റായിട്ട് വേണം നിങ്ങൾ കണക്കിലെടുക്കാൻ. ഒരു വീഡിയോയിൽ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത വീഡിയോയിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കുമാറാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ കണ്ടന്റിന്റെ ഈ വിഷയത്തിന്റെ മുഴുവൻ വീഡിയോകളും നിങ്ങൾ കാണാനായി ശ്രമിക്കണം. പരമാവധി 3 വീഡിയോയിൽ ഞങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞില്ലെങ്കിൽ മാത്രം 4-മത്തേതിലേക്ക് പോകും. എന്തായാലും മുഴുവൻ ഭാഗങ്ങളും കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം സപ്ലൈകോയുടെ കത്തിന്റെ വിഷയമായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അതിൽ അവസാനം നിർത്തിയത് നമ്മൾ സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് നൽകിയ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ട് ലെറ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് അയച്ച ചോദ്യത്തിന്റെയും അവിടെ നിന്ന് കിട്ടിയ ഉത്തരത്തിന്റെയും കോപ്പികൾ ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ സാർ അതൊന്ന് നോക്കിയാലോ? നോക്കാം. കാരണം നമ്മൾ അയച്ച ഈ ലെറ്ററാണ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ലെറ്റർ കമ്മീഷണർ ഓഫ് സിവിൽ സപ്ലൈസിനാണ് അയച്ചത്. അതിലെ വിഷയം ഇതായിരുന്നു: ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 76 പ്രകാരം ആവശ്യപ്പെട്ട് നൽകുന്നു. ഇതിൽ ചോദിച്ചിരിക്കുന്ന തെളിവുകൾ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകാനാണ് ചോദിച്ചത്. തെളിവുകളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം: സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ സമ്പുഷ്ടീകരിച്ച അരി വിതരണം ചെയ്യാൻ പൊതുവിതരണ വകുപ്പിന് കേന്ദ്ര സംസ്ഥാനങ്ങളിൽ നിന്നും സർക്കാരുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളും സാക്ഷ്യപ്പെടുത്തി നൽകുക എന്നാണ് ചോദിച്ചത്. അത് പോയിട്ട് രണ്ടാമത്തെ ചോദ്യമായി, ഇനി മുതൽ സംസ്ഥാനത്ത് റേഷൻ കടകളിൽ അതിൽ ഓടിയും കൂടി നാം അത് ചോദിക്കാൻ വിട്ടുപോയി, എന്നാലും നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാം. സപ്ലൈകോ വഴിയും കൂടി ചേർക്കണമായിരുന്നു. പക്ഷെ ഇപ്പൊ തൽക്കാലം നമ്മൾ റേഷൻ കടയിലേക്ക് നമ്മൾ പോകുന്ന റേഷൻ കടകളിൽ സമ്പുഷ്ടീകരിച്ച അരി മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും
പൊതുവിതരണ വകുപ്പിന് ലഭിച്ചിട്ടുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും ഉത്തരവുകളും ശാസ്ത്രീയ പഠന വിവരണങ്ങളും എല്ലാത്തിന്റെയും തെളിവുകൾ രേഖകൾ നൽകുക എന്നാണ് രണ്ടാമത്തെ ചോദ്യം. സാർ, അപ്പൊ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമ്മൾ ഇവിടെ ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പൊ കാണിക്കുന്നത്. കാരണം അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മറുപടികൾ എന്ന് പറയുന്നത് ചോദ്യം നമ്പർ 1, 2, 3 എന്ന ഒരു ഓർഡറിലല്ല. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ദയവ് ചെയ്ത് ഓർത്തു വെക്കുക. ഇത് രണ്ടാമത്തെ ചോദ്യം ഒന്നുകൂടി എടുത്തു ചോദിച്ചിരിക്കുകയാണ്. ഇന്ന അരി മാത്രമേ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, മാത്രമേ കൊടുക്കാവൂ എന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ? അതെ, ഇനി മുതൽ സംസ്ഥാനത്ത് റേഷൻ കടകളിൽ സമ്പുഷ്ടീകരിച്ച അരി മാത്രമേ വിതരണം ചെയ്യാവൂ. അതല്ലാത്ത അരി നമുക്ക് ചോദിക്കാൻ ഓപ്ഷൻ ഉണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. അതെ, സർക്കാരുകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഓർമ്മയിൽ വെച്ചിരിക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇത്തരത്തിൽ സംസ്ഥാനത്ത് താങ്കളുടെ വകുപ്പ്, അതായത് സിവിൽ സപ്ലൈസ് വകുപ്പ് വിതരണം ചെയ്യുന്ന സമ്പുഷ്ടീകരിച്ച അരി ഭക്ഷിക്കുന്നവരിൽ നിന്നും അതുവഴി ഉണ്ടാക്കുന്ന ഏതുവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവഹാനികൾക്കും താങ്കളോ താങ്കളുടെ വകുപ്പോ ഉത്തരവാദം ഏറ്റെടുക്കും എന്ന് കാണിക്കുന്ന തെളിവ് രേഖകളെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കൂടി നൽകുക എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഇതിന് അവർ തന്നിരിക്കുന്ന ഉത്തരമാണ്. ഇത് എപ്പോഴാണ് ചോദിച്ചിരിക്കുന്നത്? നാം ചോദിച്ചത് ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മാർച്ചിലാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. ആൻസർ നോക്കാം നമുക്ക്. പൊതുവിതരണ ഉപഭോക്താക്കൾ ഇക്കാര്യം വിവരാവകാശ നിയമം സോൻഷോ. നാം ചോദിച്ചത് ഇന്ത്യൻ തെളിവ് നിയമമാണ്, പക്ഷെ ഇവർ തന്നിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം. അതേ തെറ്റാണ്, ഒരു നിയമലംഘനമാണ്. അത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഓക്കെ, ഇത് അത് ഒരു വർഷം നിൽക്കട്ടെ. സൂചന പ്രകാരം താങ്കൾ വിവരാവകാശം ചേർക്കുന്നു 1 and 2. ചോദ്യം നമ്പറുകൾ 1 and 2. താങ്കൾ ആവശ്യപ്പെട്ട പകർപ്പുകൾ 10 പേജുകൾ ഉണ്ട്. പേജ് 1-ന് 3 രൂപ നിരക്കിൽ 10 പേജുകൾക്ക് 30 രൂപ വെച്ച് പൈസ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ചോദ്യം, അതായത് 1-നും 2-നും അവർ തന്നിരിക്കുന്ന ആൻസർ. മൂന്നാമത്തത് ബാധകമല്ല. നോക്കുക, മൂന്നാമത്തെ എങ്ങനെയാണ് ബാധകമല്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് 1972 ഇന്ത്യൻ തെളിവ് നിയമത്തിൽ അവരുടെ പക്കലുള്ള പബ്ലിക് ഡോക്യുമെന്റുകൾ ചോദിച്ചാൽ ബാധകമല്ല എന്ന് എങ്ങനെയാണ് അവർക്ക് പറയാൻ കഴിയുക? മാത്രമല്ല, ചോദ്യം നോക്കുക, ഇത്തരത്തിൽ സംസ്ഥാനത്ത് താങ്കളുടെ വകുപ്പ് വിതരണം ചെയ്യുന്ന സമ്പുഷ്ടീകരിച്ച അരി ഭക്ഷിച്ചവരിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആരാണ് നിങ്ങൾ ഉത്തരവാദം ഏറ്റെടുക്കുമോ? എങ്കിൽ അത് ബാധകമല്ല. അപ്പൊ അവരുടെ ഇതിന്റെ ഞാൻ ഒന്നും പറയുന്നില്ല. അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമല്ലേ? ആണ്. ഈ ആൻസർ തന്നെ ക്രിമിനൽ ഓഫൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പൈസ അടച്ചു, 30 രൂപ അടച്ചു. അതിനുശേഷം അവർ നൽകിയ കോപ്പികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? നോക്കാം. സോ ഇതാണ് കോപ്പി. അതില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ടു ഓൾ ദ പ്രിൻസിപ്പൽ സെക്രട്ടറീസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ്, ഓൾ സ്റ്റേറ്റ്/യൂണിയൻ ടെറിട്ടറീസ്. സബ്ജക്ട് administrative approval for supply of fortified rice throughout the targeted public distribution system under the National Food Security (NFSA) and in other welfare schemes of Government of India in all states and union territories in a phased manner. ഇത്രയേ ഉള്ളൂ, സബ്ജക്ട് ഇത്രയേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ, അതായത് TDPS, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയും നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരവും പിന്നെ അല്ലാത്ത വെൽഫെയർ സ്കീം വഴിയും അപ്രൂവൽ ഫോർ സപ്ലൈ ഓഫ് ഫോർട്ടിഫൈഡ് റൈസ്, അതായത് സമ്പുഷ്ടീകരിച്ച അരി നൽകുവാനുള്ള അനുവാദം എന്നാണ് അവർ പറയുന്നത്. ആരാ പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് പറയുന്നത്. മിനിസ്ട്രി, അതായത് നിങ്ങൾക്ക് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം അല്ലെ? അതെ, അതും ഇന്ന ഫേസ്ഡ് മാനർ, അതായത് ഘട്ടമായിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഘട്ടം ഇപ്പൊ എവിടെയും നടക്കുന്നില്ലല്ലോ, എല്ലാം എടിപിടിയെന്നല്ലേ? Sir, Madam, as you are aware, Honorable Prime Minister of India, in his address on the 75th Independence Day, made an announcement on providing nutrition to every poor person in the country. നമ്മുടെ പ്രധാനമന്ത്രി
75ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തില് അനൗൺസ് ചെയ്തു. പുള്ളിക്കാരൻ എന്താ അനൗൺസ് ചെയ്തത്? പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു എവറി പുവർ. ഈ രാജ്യത്തിലെ ഓരോ പാവപ്പെട്ടവനും ന്യൂട്രീഷൻ, അതായത് മലയാളത്തില് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകം നൽകുവാനുള്ള അനൗൺസ്മെന്റ് ചെയ്തിരുന്നു. രണ്ടാമത്തെ പോയിന്റ്, in pursuance of the above announcement, a draft CCEA note on supply of fortified rice throughout the targeted public distribution system under the National Food Security Act and other welfare schemes government in all states and in a phased manner was circulated to all states and ministries department of providing comments/inputs in the manner. അപ്പൊ ഈ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ അനൗൺസ്മെന്റ് അനുസരിച്ചിട്ട് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും അത് എങ്ങനെയാണ് ടാർഗറ്റഡ്, അതായത് ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൽക്കാലം നമ്മുടെ ഭാഷയിൽ റേഷൻ കട എന്ന് മനസ്സിലാക്കുക തൽക്കാലത്തേക്ക്. റേഷൻ കട വഴി, അതേപോലെ തന്നെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ടാർഗറ്റഡ് എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അവരത് അനുസരിക്കാനേ ബാധ്യസ്ഥരല്ല എന്നും പറയാം. കാരണം എന്താണ് ടാർഗറ്റ് എന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഇവരായിട്ടത് ഡിസൈഡ് ചെയ്യാൻ പാടില്ലല്ലോ. അതെ, ഓക്കെ. അതിനനുസരിച്ചിട്ട് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കുകയും അത് വന്നിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും 2024 തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാ സർക്കുലേറ്റ് ചെയ്തത്? ഫോർ പ്രൊവൈഡിങ് കമന്റ്സ്/ഇൻപുട്സ്. ഇത് ഈ ഡോക്യുമെന്റ് വലിയ ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വായിക്കുന്നത് മനസ്സിലാക്കി കേട്ടോളുക. പ്രൊവൈഡിങ് കമന്റ്സ്/ഇൻപുട്സ് ഇൻ ദ മാറ്റർ. അവരവരുടെ അഭിപ്രായങ്ങളും കമന്റ്സും നൽകുവാനായി എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ അനൗൺസ്മെന്റ് അനുസരിച്ച് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അയച്ചിട്ടുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് ഇൻപുട്സ് റിസീവ്ഡ് ഫ്രം ദി വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നേ പറയുന്നുള്ളൂ, ആരൊക്കെയാണെന്ന് പറയുന്നില്ല. ഓൺ ദി ബേസിസ് ഓഫ് ഇൻപുട്സ്, അവരിൽ നിന്നും കിട്ടിയിട്ടുള്ള നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഇൻപുട്സ് പ്രകാരം ഫ്രം വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ആരൊക്കെയാണെന്ന് പറയുന്നില്ല. The final CCA note was submitted for consideration and approval of Cabinet Committee on Economic Affairs. എന്നിട്ട് അത് CCAക്ക് ഫൈനൽ അപ്രൂവലിന് വേണ്ടിയിട്ട് ക്യാബിനറ്റിന് കൊടുത്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. CCEA എന്താ പറയുക, CCE പറയുന്നുള്ളൂ, അത് നമുക്ക് പിന്നെ നോക്കാം. അതായത് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ഇതാണ് CCEയുടെ ഫുൾ ഫോം, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. അവരുടെ അംഗീകാരത്തിനായി ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പല വ്യക്തികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും റിസീവ് ചെയ്തിട്ടുള്ള ഇൻപുട്ടിനെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ക്യാബിനറ്റ് കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ഫൈനൽ അപ്രൂവലിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. സാർ, ഇവിടെ ഞാൻ ഒരു കാര്യം ചേർക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു പത്രവാർത്തയില് ധനവകുപ്പ് ഉൾപ്പെടെ ഇതിനെ എതിർത്തിട്ടും കേന്ദ്രം മുന്നോട്ട് പോയി എന്നാണ്. അപ്പൊ ആ ധനവകുപ്പ് ആണോ ഇത്? അതിന്റെ ഒരു കമ്മിറ്റി ആണോ ഇത്? അറിയില്ല. ഇത് ഒരു കമ്മിറ്റിയിൽ നമുക്ക് ഒതുക്കാൻ കഴിയില്ല രാധാകൃഷ്ണൻ. കാരണം ഇത് ഇപ്പോ എല്ലാ സൈഡിൽ നിന്നുള്ള മുറുക്ക് പിടിയലാണ്. ഞാനിത് ചോദിക്കാൻ കാരണം, ഈ സബ്മിറ്റ് ചെയ്ത CCEA എന്ന് പറയുന്ന കമ്മിറ്റി ധനവകുപ്പിന്റെ തന്നെ ഒരു ഭാഗമാണ് എങ്കിൽ അവർ അതിനെ റിജക്ട് ചെയ്തു. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ്, എക്കണോമിയാണ്. അതാ ഞാൻ പറയാൻ കാരണം, അങ്ങനെയാണെങ്കിൽ അവരതിനെ റിജക്ട് ചെയ്യുകയും വാണിംഗ് കൊടുക്കുകയും ചെയ്തു എന്നാണ് പത്രവാർത്തയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ അതിന്റെ ആ പത്ര കട്ടിങ്ങിന്റെ ഒരു ദൃശ്യം കൂടി കൊടുക്കാം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് പ്രകാരം സമർപ്പിച്ചു, പക്ഷെ അവരെന്ത് പറഞ്ഞു എന്ന് പറയുന്നില്ല. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. In order to achieve uniform nutritional impact of fortified rice among the targeted population, the government of India has approved the proposal to supply fortified rice through FCI and state agencies in the entire PDPS and other welfare schemes, including ICDS and PM Poshan.
covering all states and union territories in a phased manner. In order to achieve uniform nutritional impact of fortified rice, ഈ ഫോർട്ടിഫൈഡ് സമ്പുഷ്ടീകരിച്ച അരിയിലൂടെ ഉദ്ദേശിക്കുന്ന ന്യൂട്രീഷണൽ ഇമ്പാക്ട് ലഭിക്കുവാനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പ്രപ്പോസലിനെ അപ്രൂവ് ചെയ്യുകയും തുടർന്ന് FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഏജൻസികളും പിന്നെ എൻടയർ ടാർഗറ്റ് TDPS, അതായത് അംഗൻവാടി, റേഷൻ കട തുടങ്ങിയിട്ടുള്ള ഇതിലൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഇതില് പിന്നെ ഒരു ഇതും കൂടി വെച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ICDS ആൻഡ് PM പോഷൻ, പ്രൈം മിനിസ്റ്റർ പോഷൻ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ പോഷകം എന്ന് വയ്ക്കാം. ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുവാനുള്ള ഇത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സാറേ ഒരു മിനിറ്റ് സാർ, അവിടെ ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ വേണം. അതായത് ആര് അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അല്ല, ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, തുടക്കത്തിൽ ഒരു ഏജൻസിയെ കുറിച്ചെന്തോ പറഞ്ഞല്ലോ. CCA അല്ല. അല്ലല്ല, ഇതിൽ ഈ സാർ ഇപ്പൊ ഈ വായിച്ച ഡോക്യുമെന്റ് ഇതിൽ പാരഗ്രാഫ് NFSA അതെന്താണ് സംഭവം? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഓക്കെ. അതായത് അവര് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഇതിന്റെ നിർദ്ദേശങ്ങളും ഇൻപുട്ടുകളും ചോദിച്ചതിനനുസരിച്ച് ഇവരിൽ നിന്നും തിരിച്ചു കിട്ടിയ, അതായത് നമ്മുടെ സംസ്ഥാനം ഇപ്പൊ ഈ വീഡിയോയുടെ ഇതിനനുസരിച്ചിട്ട് എന്താ പറയുക, ഈ സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ഇൻപുട്ട് ലഭിച്ചതിനനുസരിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പ്രപ്പോസലിനെ, അതായത് സമ്പുഷ്ടീകരിച്ച അരി നൽകുവാനായി അനുവാദം നൽകിയിരിക്കുന്നു, അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. സാറേ, ഇതില് ഞാൻ മറ്റൊരു അപകടം കൂടി കാണുന്നുണ്ട്. സത്യത്തിൽ കേന്ദ്രത്തിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നും സംസ്ഥാനങ്ങളാണ് ഡിമാൻഡ് ചെയ്തത് എന്നുമാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ഡോക്യുമെന്റ്. ശരിയല്ലേ? അതെ അതെ അതെ. ഇവര് പറയുന്നു കേന്ദ്രമാണ്. In order to achieve uniform nutrition impact fortified is among the government of India has approved the proposal. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ പ്രപ്പോസൽ. To supply fortified rice through FCI Food Corporation of India and state agencies and Prime Minister covering all state എന്ന് പറഞ്ഞുകൊണ്ട് അപ്രൂവ് ചെയ്തിരിക്കുന്നു എന്നാണ് ഈ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. ഇത് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും, ഇത് കാണാൻ ഇടയാകുന്ന ഒഫീഷ്യൽസും നിങ്ങൾ തിരിച്ചറിയുക ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്. ഒരിക്കൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നു ഒരു വാർത്ത, കേന്ദ്ര സർക്കാർ ഫോർട്ടിഫിക്കേഷന് വേണ്ടി സംസ്ഥാനത്തെ നിർബന്ധിക്കുന്നു. എന്നാൽ സംസ്ഥാനം കൊടുത്ത റിപ്പോർട്ടിൽ ഇവിടത്തെ അരിയിൽ, തവിടുള്ള അരിയിൽ അതീവമായ പോഷക സമ്പുഷ്ടമായ അരിയാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന ഫോർട്ടിഫിക്കേഷന്റെ ആവശ്യമില്ല എന്നുമാണ് ഞങ്ങൾ റിപ്പോർട്ട് നൽകിയത്. എന്നിട്ടും കേന്ദ്രം നിർബന്ധിക്കുന്നു. സാർ, ഞാൻ ഈ പറഞ്ഞത് സത്യമല്ല? ഇങ്ങനെ ഒരു വാർത്തയല്ലേ വന്നത്? അതെ അതെ. അപ്പൊ ജനങ്ങളെ ഇത് തിരിച്ചറിയണ്ടേ? ചതിക്കപ്പെടുകയല്ലേ സത്യത്തിൽ? നിങ്ങളൊരു കാര്യം കൂടി തിരിച്ചറിയണം, കോവിഡ് വാക്സിനേഷന്റെ വിഷയത്തിൽ എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത് എങ്കിൽ ഇവിടെ ഇതാ, കേരളത്തിൽ മുഴുവൻ ഭാഗങ്ങളിലും ഫോർട്ടിഫിക്കേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ചതിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി ഇപ്പോഴൊരവസരമുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണമോ അതിനനുസരിച്ച് പ്രതികരിക്കണമോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോവാം. നാലാമത്തെ പോയിന്റ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ CCA ഇൻ ഇറ്റ്സ് മീറ്റിംഗ് ഹെൽഡ് ഓൺ 7th April 2022. 2022 ആയി. കാര്യങ്ങളൊക്കെ 2021 തൊട്ടേ തുടങ്ങി, ഇന്നും തുടങ്ങിയതല്ല. ഇത് 2-3 വർഷമായി നമ്മൾ ഒന്നും അറിയാതെ ഇവിടെ നടക്കുകയാണ് സീക്രട്ട് ആയിട്ട്. ഒരുത്തം പോലും, ഒരു മീഡിയ പോലും ഇതിനെ പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. ശരി, അല്ല അതാണ് സാർ ഞാൻ പറഞ്ഞത്, 3 വർഷമായി നമ്മൾ അറിയാതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമുക്ക് ക്യാൻസർ കൂടി, HIV കൂടി, എനിക്ക് അനീമിയ കൂടി, എനിക്ക് ബ്ലീഡിങ് കൂടി, മറ്റത് വരുന്നു, മണ്ണാങ്കട്ടി വരുന്നു. സോറി ഫോർ യൂസിങ് എ റോങ് വേർഡ്. സാർ, ബാക്കി നമുക്ക് തുടരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവർ കൊടുത്തിട്ടുള്ള, സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവര് അംഗീകരിച്ചു, അവർ അപ്രൂവൽ നൽകിയിട്ടുണ്ട്, ഫോർട്ടിഫൈഡ് റൈസ് നൽകുവാനുള്ള അനുവാദം നൽകി എന്നാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നാലാമത്തെ പോയിന്റായി CCA, ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ എക്കണോമിക് അഫയേഴ്സിന് April 7th 2022 അപ്രൂവ്ഡ് ദി ഫോളോയിങ് പ്രപ്പോസൽസ്.
ഇതൊക്കെയാണ് പ്രൊപ്പോസൽസ്. എന്തൊക്കെയാണ് പ്രൊപ്പോസൽ അപ്രൂവ് ചെയ്തത്? അപ്പൊ ഏതൊക്കെയാണ് പ്രൊപ്പോസൽസ്? സബ്സെറ്റ് 1, ദ പ്രൊപ്പോസൽ ഫോർ സപ്ലൈ ഓഫ് ഫോർട്ടിഫൈഡ് റൈസ് ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ സെൻട്രൽ സെക്ടർ ഇനിഷ്യേറ്റീവ്. അതായത് ഫോർട്ടിഫൈഡ് റൈസിനെ സപ്ലൈ ചെയ്യുന്നതിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതായത് ട്രീറ്റ് മീൻസ് ഭാവിക്കേണ്ടത് സെൻട്രൽ സെക്ടർ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഭാവിക്കേണ്ടത്. വിച്ച് ഈസ് ടു ബി ഫണ്ടഡ് ബൈ 100% ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇതിൽ 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫണ്ടിങ് ആണ് ആസ് പാർട്ട് ഓഫ് ഫുഡ് സബ്സിഡി in the form of incidental in the cost sheet for the period up to June 2024. 2024 ജൂൺ വരെ ഉള്ള കോസ്റ്റ് 100% സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും തരിക. Thereafter, a review may be undertaken regarding the cost sharing pattern of this initiative. അത് കഴിഞ്ഞിട്ട് ഒരു റിവ്യൂ ചെയ്യാം, ഈ എങ്ങനെയാണ് കോസ്റ്റ് ഷെയർ ചെയ്യുക, പകുതിയെന്നോ മുക്കാലെന്നോ കാലെന്നോ കോസ്റ്റ് ഷെയറിങ് അവർ ഡിസ്കസ് ചെയ്യും എന്നാണ് ഈ ആദ്യത്തെ സബ്സെറ്റ് പറയുന്നത്. പിന്നെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3, അതായത് എങ്ങനെയാണ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. PM പോർഷൻ, പിന്നെ കവറിംഗ് ICT, അതിൽ പ്രൊപ്പോസ്ഡ് കോസ്റ്റ് ഓഫ് 266 crores ആദ്യത്തെ ഫേസിൽ. രണ്ടാമത്തെ ഫേസിൽ 1323 കോടി ഇതിന് വേണ്ടിയിട്ട് സബ്സിഡി. മൂന്നാമത്തെ, അതായത് 2024 2679 കോടി വരെ അവര് കൊടുക്കുമെന്നും, ഇങ്ങനെയാണ് ഓരോ കോസ്റ്റ്, അതിന്റെ കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത്രയും നേരം പറഞ്ഞിരിക്കുന്നത്. അടുത്ത 5ാമത്തെ പോയിന്റ് ആയി ക്വാളിറ്റി. അതിന്റെ ക്വാളിറ്റിയും അതിനുള്ള 6 സ്ട്രിക്റ്റ് QA and QC പ്രോട്ടോകോൾസിനെ ഇതിനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ ആസ്പെക്ടുമായി ഗൈഡ്ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുമെന്നും 5ാമത്തെ പോയിന്റ് മാർച്ച് 22-ാം തീയതി. അടുത്ത 6ാമത്തെ പോയിന്റ് ആയി ഈ പറഞ്ഞിട്ടുള്ള മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫേസ് വൈസ്, അതായത് ഇതാണ് ഫേസ് 1, ഫേസ് 2, ഫേസ് 3. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഫേസ്ഡ് മാനറിലാണ് ഇത് അവർ ചെയ്യുന്നതെന്നും അതിന് ഓരോ ഫേസിനും ഫണ്ട് ആദ്യത്തെ ഫേസിൽ 266 കോടി, രണ്ടാമത്തെ ഫേസിന് 1323 കോടി, പിന്നെ മൂന്നാമത്തെ ഫേസിന് 2650 കോടി. ഈ കോസ്റ്റ് ഷെയറിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ പോയിന്റ് QA and QC, അതിന്റെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 6ാമത്തെ ഇതില് ഇൻ ഓർഡർ ടു എൻഷുർ ദ അബോവ് ഫേസ് വൈസ് ടാർഗറ്റ്സ് ആർ അച്ചീവ്ഡ് ഇൻ ടൈം, ഓൾ ദി സ്റ്റേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു എൻഷുർ. ഇവിടെയാണ് പോയിന്റ്. ഓക്കെ, അതായത് ഇൻ ഓർഡർ ടു എൻഷുർ, അതായത് ഉറപ്പാക്കണം, അതെ, that the above phase wise targets are achieved in time, സമയപരിധിയുമായി തന്നെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും are requested to ensure that the supply of fortified rice under NFCA, അതാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം അതിനെ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണമെന്നും 4ാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോളും കൂടി ഉറപ്പ് വരുത്തണം എന്നാണ് 6ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 7ാമത്തെ പോയിന്റ് ആയി FCI is already engaged in making the necessary arrangements for all rollout of fortified rice as per the schedule in all phases all over the country. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓൾറെഡി ഇതിലെ നെസസറി അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെന്നും എല്ലാ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഫേസസും ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നുണ്ട് എന്നുമാണ് അവർ മൊത്തത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത്. പറയുന്നു 8ാമത്തെ പോയിന്റ് ആയിട്ട് വീണ്ടും പറയുന്നു, the state should also ensure that all efforts are made to achieve the respective target well in advance. ടാർഗറ്റും കൂടി നൽകിയിരിക്കുകയാണ്. നിർബന്ധിച്ചുകൊണ്ട് തന്നെ എന്നുള്ളത് പറയാൻ കഴിയുമോ, അതോ എൻഷുർ എന്ന വാക്കിന്? അതെ, അതായത് എൻഷുർ എന്ന് പറയുന്നത് തന്നെ നിർബന്ധമാണ്, ഉറപ്പ് വരുത്തണം. അല്ല, അങ്ങനെയുള്ള ധാരാളം ഉത്തരവുകൾ കോവിഡ് കാലത്ത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റിന് പോയ സമയത്ത് പറഞ്ഞ എന്താണ്, ഞങ്ങൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല. കാരണം ഇത് തന്നെയാണ് ഈ വാക്കുകൾ കൊണ്ടാണ് അവർ കളിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് തെറ്റാണോ ശരിയാണോ ഈ ലെറ്ററുകളെ സംബന്ധിച്ചിടത്തോളം? ഈ ലെറ്ററെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരിന്റെ വാദഗതികൾ ശരിയായിരിക്കാം. അല്ല, പക്ഷെ തുടക്കത്തിൽ ആ സംസ്ഥാന സർക്കാരുകളെ പ്രതിയാക്കിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, അതിന് നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് എന്ന് പറയുന്നുണ്ട്. അതെ, ഇതൊരു ഇരട്ടത്താപ്പ് ഡോക്യുമെന്റ് ആയി പോയി സാർ. ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം,
ഇരട്ടത്താപ്പാണോ എന്താണെന്നുള്ളത് ഈ ജനം തീരുമാനിക്കട്ടെ. അവർ തന്നെ സത്യം കണ്ടെത്തട്ടെ. അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ത് വേണം എന്നുള്ളത്. അതെ സാർ, ഇത് ഞാനൊരു കാര്യം പറയാം. ഇത് ജനങ്ങൾക്ക് ഗുണകരമായ ഒരു പദ്ധതി ആയിരുന്നു എങ്കിൽ അത് ജനങ്ങൾ അങ്ങോട്ട് തേടിപ്പോയി ആവശ്യപ്പെട്ടേനെ. പക്ഷെ ഇങ്ങനെ ചതിയിലൂടെ രഹസ്യമായി ഇത് നടപ്പിലാക്കാൻ വ്യഗ്രത കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇതിന് പിന്നിൽ മറ്റെന്തോ അപകടമുണ്ട്. ഒരു പക്ഷേ പറഞ്ഞു കേൾക്കുന്ന ഡീപോപ്പുലേഷൻ ലോകമൊട്ടുക്കും ഇപ്പോൾ അതിന്റെ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ആളുകൾക്ക് വേണ്ടി കുറെ അധികം ആളുകൾ ബലിയാടുകളാവുന്നു എന്നൊക്കെ പല സോഷ്യൽ മീഡിയകളിലും പറയുന്നുണ്ട്, പല വാർത്തകളിൽ കാണുന്നുണ്ട്. അതാണോ എന്ന് സംശയിക്കേണ്ടി അത് തന്നെയാണ് ഈ ഡോക്യുമെന്റുകൾ നമുക്ക് നമ്മൾ പറഞ്ഞു തരുന്നത് അല്ലെ, പറഞ്ഞു തരുന്നത്, പറയാതെ പറയുകയാണ്. അപ്പൊ ഇത് കാണുന്ന വിദ്യാസമ്പന്നർ അറിയേണ്ടത് ഒരിക്കലും ഒരു ഏതൊരു വ്യക്തിയെയും ഡിറ്റക്ട് ചെയ്യാതെ ഈ 144 കോടി ജനങ്ങൾക്കും ഒന്നിച്ചു കൊടുക്കണമെന്ന് പറയുന്നിടത്താണ് ഇതിൽ ഏറ്റവും വലിയ അപകടം. ഒരു വ്യക്തിക്ക് പോഷകക്കുറവുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുക പോലും ചെയ്യാത്ത കാര്യമാണ് ഈ 140 കോടി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് പറയുന്നത്. സാർ എന്തായാലും ഒരു കാര്യം ചെയ്യണം, നമുക്ക് മറ്റ് ഡോക്യുമെന്റുകളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് ആ ഡോക്യുമെന്റ്. ഇതാണ് നമ്മുടെ നമ്മൾ അയച്ച കത്തിനുള്ള ഡോക്യുമെന്റ് ആയിട്ട് ഉത്തരവുകളും നിർദ്ദേശങ്ങളും നൽകുക എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഇത്രയും പേപ്പറുകൾ അവർ തന്നിരിക്കുന്നത്. അതിൽ 112 സ്റ്റേറ്റുകൾ ഡിസ്ട്രിക്റ്റിൽ വച്ചിട്ടുണ്ട്, സ്റ്റേറ്റുകൾ വൈസ് തിരിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റുകളുടെ പേരും എവിടെയാണ് ഇതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നും ചെയ്യുന്നുണ്ട് എന്നുള്ള സകല ഡീറ്റെയിൽസ് ആണ് ബാക്കിയുള്ളത്. ഇതുകൊണ്ട് നമുക്ക് ശരി, ഇനി അടുത്ത ഇപ്പൊ ഇവര് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയതനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത് തരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമ്പുഷ്ടീകരിച്ച അരി നൽകുന്നത് എന്ന് ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പൊ ഇവർ തന്നിരിക്കുന്നത്. അതിലും വീണ്ടും ഫെബ്രുവരി 2022 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അതേ ഇത് തന്നെ വീണ്ടും എല്ലാ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും അതേ തന്നെ വീണ്ടും പറഞ്ഞ എല്ലാ ഇതിലും യു മേ ബി അവെയർ ദാറ്റ് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ ഹിസ് അഡ്രസ് ഓൺ 75th ഇൻഡിപെൻഡൻസ് ഡേ മേഡ് ആൻ അനൗൺസ്മെന്റ് ഓൺ പ്രൊവൈഡിംഗ് ന്യൂട്രീഷൻ ടു എവറി പുവർ എന്നും കൂടി പറയുന്നു. അപ്പൊ എല്ലാവരും പൂറാണ്. ഇപ്പൊ ഈ കണക്കിന് വരികയാണെങ്കിൽ 144 കോടി ജനങ്ങളും ഇപ്പോ പൂറാണ്. അതെ സാർ, പ്രതികരണ ശേഷി കൊണ്ട് നമ്മൾ പൂറാണ് സാർ, ദരിദ്രരാണ്. അതെ, പ്രതികരണ ശേഷിയുടെ കാര്യത്തിൽ നമ്മൾ ദരിദ്രരാണ്. അതെ, accordingly it has been planned that the government of India will roll out the supply to supply the fortified rice throughout TPDS and national NFSA and others. അതേ സ്കീം തന്നെയാണ് ഇത് എല്ലാത്തിലും പറയുന്നത്. പ്രധാനമന്ത്രി 75ാം സ്വാതന്ത്ര്യ ദിനത്തന്ന് പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ ഇതിനത്രയും ഞങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ് ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് രാജഭക്തിയല്ലേ? രാജാവ് കൽപ്പിച്ചു, ഞങ്ങളത് അനുസരിക്കുന്നു, ഇതല്ലേ സാർ സത്യം? അതെ. എങ്ങനെയാണ് സാർ ജനാധിപത്യമാകുക അത്? ശരി, മറ്റുള്ള ഡോക്യുമെന്റും കൂടി നോക്കാം. അതിനിടയിൽ ഞാൻ ഒന്ന് പറയുകയാണ്, ഈ ഡോക്യുമെന്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം ജി ഡ്രൈവിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ആവശ്യമുള്ളവർ ദയവേത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, വായിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി നിയമപരമായി പ്രതികരിക്കുക. അതെ, തുടർന്ന് ഇതും തന്നിട്ടുണ്ട്. സിവിൽ സപ്ലൈ, അതായത് സിവിൽ സപ്ലൈസ് ഡയറക്ടർ തിരുവനന്തപുരം. സർ, വിഷയം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഫോർട്ടിഫൈഡ് റൈസിന്റെ വിതരണം സംബന്ധിച്ച് താങ്കളുടെ സോ കത്ത് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. വയനാട് റവന്യൂ ഡിസ്ട്രിക്റ്റിൽ PDS അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മുഖേന ഫോർട്ടിഫൈഡ് അരി വിതരണം ചെയ്യുന്നതിനായി FCI മുഖേന FSD മീനങ്ങാടി ലഭ്യമാക്കിയ ഫോർട്ടിഫൈഡ് റൈസ് വിട്ടെടുക്കുന്നതിനുള്ള അനുമതി നൽകുന്നു. കൂടാതെ എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ PDS മുഖേന ഉള്ള വിതരണത്തിന് ഫോർട്ടിഫൈഡ് അരി FCIയിൽ നിന്നും വാങ്ങുന്നതിനും എറണാകുളം ജില്ലയിൽ ഓയിൽ ഫോം ഓഫ് ഇന്ത്യ ഫോർട്ടിഫൈഡ് ചെയ്ത് അരി ഭക്ഷ്യയോഗ്യമാണെങ്കിൽ വിതരണം നടത്തുന്നതിനുള്ള അനുമതിയും നൽകുന്നു. ഇത് തന്നിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറി. ഇതിപ്പോ അപ്പോ
ഇതെല്ലാം ഇരട്ടത്താപ്പാണ്. ഒരു വശത്ത് പറയുന്നു ഞങ്ങളല്ല ചെയ്തത്, സെൻട്രൽ ഗവൺമെന്റ് ആണ് നിർബന്ധിക്കുന്നുവെന്ന്. സെൻട്രൽ ഗവൺമെന്റ് ചോദിക്കുമ്പോൾ അവർ പറയുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് ചോദിച്ചനുസരിച്ച് പ്രപ്പോസൽ വെച്ച് ഞങ്ങൾ അംഗീകരിച്ചു എന്ന്. നമ്മളിപ്പോ കണ്ടത് സിവിൽ സപ്ലൈസ് കമ്മീഷണറുടെ ഭാഗത്ത് നിന്നുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം നമ്മൾ ചോദിച്ചതിന് RTA പ്രകാരം അവർ നൽകിയ മറുപടികളുടെ കോപ്പികളൊക്കെയാണ്. അതിന്റെ മറ്റെല്ലാ നിയമവശങ്ങളിലേക്കും പോകുന്നതിന് മുമ്പ് എന്താണ് നടന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. കൂടുതൽ ആലോചിക്കുക, നിയമപരമായി പ്രതികരിക്കാനുള്ളവർ അതിന് തയ്യാറാവുക. നമുക്ക് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത്? കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കത്തുകളുടെ കോപ്പികളാണ് നിങ്ങൾ കണ്ടത്. എന്നാൽ കേന്ദ്രത്തോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിന്റെ മറുപടി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം.